സോ നമുക്ക് ഈ ക്യാൻഡിലിന്റെ രണ്ടിന്റെ ഓപ്പൺ ക്ലോസ് ഹൈ ലോ അത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ ക്യാൻഡിൽ, ഈ ഒരു ബീറിഷ് ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് വരുന്നത് ഇവിടെ ആയിരിക്കും. സോ ഈ ഒരു ക്യാൻഡിൽ ഇവിടുന്ന് ഓപ്പൺ ആയി ഇത്രയും ഹൈ പുഷ് പോകും ഫസ്റ്റ്. ഓക്കെ, ഇവിടുന്ന് ഓപ്പൺ ആയിട്ട് ഇത്രയും ഹൈ പുഷ് പോകും. ദെൻ താഴോട്ട് വന്നിട്ട് ഈ ഒരു ലോ വരെ വന്നിട്ട് ഇവിടെ ക്ലോസ് ആവും. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഈ ഒരു ക്യാൻഡിൽ ഉള്ളത്. ഓക്കെ, ഇതായിരിക്കും ഇതിന്റെ ലോവർ ടൈം ഫ്രെയിമിൽ പോയാൽ ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ. ഇപ്പൊ സപ്പോസ് ഇതൊരു ഡെയിലിയുടെ ക്യാൻഡിൽ ആണെന്ന് വിചാരിച്ചോ, ഒരു സിംഗിൾ ക്യാൻഡിൽ. സോ നമ്മൾ 1 അവറിലെ അല്ലെങ്കിൽ 30 മിനിറ്റിലെ അങ്ങനെയൊക്കെ സ്വിച്ച് ചെയ്ത് നോക്കുമ്പോൾ ലോ ടൈം ഫ്രെയിമിൽ പോയി നോക്കുമ്പോൾ ഈ ഒരു ഡെയിലിയുടെ സിംഗിൾ ക്യാൻഡിൽ നമുക്ക് 30 മിനിറ്റ് അല്ലെങ്കിൽ 1 അവറിലൊക്കെ പോയാൽ ഈ ഒരു രീതിക്കായിരിക്കും കാണാൻ പറ്റുക. സോ അതേപോലെ തന്നെയാണ് ഇത് ഒരു ഡെയിലി ക്യാൻഡിലാണ് കൺസിഡർ ചെയ്യുക. ഓക്കെ, ഒരു ഡെയിലിയുടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ. അപ്പൊ ഈ ഒരു ക്യാൻഡിലിന്റെ ഓപ്പണിംഗ് കാര്യമൊക്കെ എവിടെ ആയിരിക്കും? ഇവിടെയാണ് ഈ ഒരു ക്യാൻഡിൽ ഓപ്പണിംഗ് വരിക. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ഓപ്പൺ ആയി ഇത്രയും താഴോട്ട് വന്നിട്ട്, ഓക്കെ, ഇതാണ് ഇതിന്റെ ഏറ്റവും ലോവസ്റ്റ് വന്നിട്ടുള്ള പോയിന്റ്. സോ ഇത്രയും ലോവസ്റ്റ് പോയിന്റ് വന്നിട്ട് മാർക്കറ്റിന് നല്ല രീതിക്ക് ഒരു റിട്രേസ്മെന്റ് മുകളിലോട്ട് പോകും. ദെൻ താഴെ ഈ ഒരു ലെവലിൽ വന്നിട്ട് ക്ലോസ് ചെയ്യും. ഓക്കെ, ഇവിടെ പറഞ്ഞ പോലെ ഓക്കെ ഇവിടെ ക്ലോസ് ആയി. സോ ഇതായിരിക്കും ഇതിന്റെ ലോ ടൈം ഫ്രെയിമിൽ പോയാൽ നമുക്ക് കാണാൻ പറ്റും.